പാലാ നഗരസഭയിൽ സ്വന്തം ചെയർമാനെ പുറത്താക്കി LDF. വോട്ടെടുപ്പിൽ ഭരണപക്ഷമുള്ളവർ അവിശ്വാസ പ്രമേയത്തെ അനുകൂലിച്ച് വോട്ട് ചെയ്തതോടെ നഗരസഭാ ചെയർമാൻ ഷാജു തുരുത്തൽ പുറത്തായി. UDF വോട്ടെടുപ്പിൽ നിന്ന് വിട്ടുനിന്നു. വിവരങ്ങളുമായി ടോബി ജോൺസണിന് മുമ്പ് ഒരു പ്രതികരണം കാണാം. ഞങ്ങൾക്ക് എന്ത് വേണത്? ഞങ്ങൾ UDF സപ്പോർട്ട് ചെയ്തല്ലേ ഇപ്പോൾ LDF നിൽക്കുന്നത്, UDF കൂടെയല്ല നിൽക്കുന്നത്. അതാണ് ഞങ്ങളുടെ ആവശ്യം. പിന്നെ ഞങ്ങൾക്ക് നാടിൻ്റെ വികസനം 3 മാസം 4 മാസം 5 മാസം കൂടുമ്പോൾ ഓരോ ചെയർമാന്മാരെ മാറ്റിയിട്ട് ഈ മുനിസിപ്പാലിറ്റിയിൽ ഒരു ഭരണവും നടക്കുന്നില്ല. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം എത്ര മഹത്തരരായിട്ടുള്ള ആളുകൾ ഭരിച്ച മുനിസിപ്പാലിറ്റിയാണ്. തനത് ഫണ്ട് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഒരു പോസ്റ്റ് മാറിയിടാൻ പോലും പൈസ ഇല്ലാത്ത പാലാ മുനിസിപ്പാലിറ്റി അത്രയും ദാരിദ്ര്യത്തിലാണ്. അതിൽ നിന്ന് മാറ്റം വരണമെന്നും ജനങ്ങൾക്ക് അതിൻ്റെ നേട്ടമുണ്ടാകണമെന്നും വെച്ചിട്ടാണ് ഞങ്ങൾ ഇതിന് കാലാവധി തീർന്ന ഒരു ചെയർമാൻ രാജിവെക്കുകയില്ലെന്ന് ഉറച്ച നിലപാടെടുക്കുമ്പം ഭരണകക്ഷി മുന്നണിയും അതിൻ്റെ നേതാക്കന്മാരും ഒരു നിലപാടെടുക്കുന്നുള്ളത് അണ്ടർസ്റ്റുഡാണ്. അതിൽ നിന്ന് രാഷ്ട്രീയ മുതലെടുപ്പിന് ശ്രമിച്ചു, അതിവിടെ പരാജയപ്പെട്ടു. എന്ന് പറഞ്ഞാൽ ടോബി, സ്വന്തം ചെയർമാനെ LDF തന്നെ വോട്ട് ചെയ്ത് പുറത്താക്കി എന്ന് പറയുന്നത് അടുത്ത കാലത്ത് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്നറിയില്ല. എന്തായാലും അങ്ങേയറ്റം നാടകീയം. ടോബി, തീർച്ചയായിട്ടും ആശ്മി, അങ്ങനെ ഒരു സംഭവം ഇതിനു മുമ്പ് കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ്. എന്തായാലും നാടകീയ രംഗങ്ങൾ തന്നെയാണ് ഈ ഒരു 5 വർഷ കാലാവധി കഴിയുമ്പോൾ, അതായത് അടുത്ത തെരഞ്ഞെടുപ്പിലേക്ക് എത്തി നിൽക്കുമ്പോൾ പാലായിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം, അതായത് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് തന്നെ ചെയർമാനായ 9 മാസത്തേക്കാണ് ഈ ഷാജു വി തുരുത്തിന് ചെയർമാൻ സ്ഥാനം നൽകിയത്. അതൊരു ധാരണയായിരുന്നു. അതിനുശേഷം തോമസ് പീറ്റർ എന്ന് പറയുന്ന 3ാം വാർഡ് കൗൺസിലറിന് ഈ ചെയർമാൻ സ്ഥാനം നൽകണമെന്നാണ് LDF-ലും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് എമ്മിനുള്ളിലും ഉണ്ടായിരുന്ന ധാരണ. പക്ഷേ ഈ ഷാജു വി തുരുത്തൻ എന്ന് പറയുന്ന നിലവിലെ ചെയർമാൻ രാജിവെക്കാൻ തയ്യാറായില്ല. പാർട്ടി ആവശ്യപ്പെട്ടു, ജില്ലാ നേതൃത്വം ആവശ്യപ്പെട്ടു, സംസ്ഥാന നേതൃത്വം ആവശ്യപ്പെട്ടു, ജോസ് കെ മാണി നേരിട്ട് ആവശ്യപ്പെട്ടു. എന്നിട്ടും യാതൊരു തരത്തിലുള്ള കുലുക്കവുമില്ലായിരുന്നു. അതിനിടയിലാണ് ഒരു UDF-ന്റെ സ്വന്തം കൗൺസിലർ ഒരു അവിശ്വാസം കൊണ്ടുവരുന്നത്. അത് ഇദ്ദേഹത്തിൻ്റെ ഓപ്പറേഷൻ ആയിരുന്നു എന്നാണ് പറയുന്നത്. അങ്ങനെ വന്ന ആ അവിശ്വാസം ഇന്ന് ചർച്ചയ്ക്കെടുക്കുമ്പോൾ അതിനെ UDF പിന്തുണയ്ക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. പക്ഷേ നടന്നതൊക്കെ അപ്പാടെ വ്യത്യസ്തമായിട്ടുള്ള നാടകീയമായ രംഗമായിരുന്നു. അതായത് UDF വിട്ടു നിൽക്കുകയാണ്. UDF-നൊപ്പം ഉണ്ടായിരുന്ന ഈ അവിശ്വാസത്തിൽ ഒപ്പിട്ട് കൊടുത്ത 9 കൗൺസിലർമാരും വിട്ടു നിൽക്കുകയാണ്. എന്നാൽ നേരത്തെ തീരുമാനിച്ചത് പ്രകാരം ഷാജു വി തുരുത്തൻ രാജിവെക്കാൻ തയ്യാറാകാതെ വന്നതോടുകൂടി LDF അംഗങ്ങൾ 14 പേരും ഒറ്റക്കെട്ടായി ഈ അവിശ്വാസത്തെ പിന്തുണച്ച് ഈ ചെയർമാനെതിരെ ഒരു നിലപാടെടുത്തിരിക്കുന്നു. അദ്ദേഹം പുറത്തായിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പറയാനുള്ളത്. എന്നോടൊപ്പം ഇപ്പോൾ ഭരണപക്ഷത്തുള്ള LDF-ന്റെ കൗൺസിലറായിട്ടുള്ള വൈജു കൊല്ലംപറമ്പിൽ ചേരുന്നുണ്ട്. എന്താണ് ശരിക്കും സംഭവിച്ചത്? LDF-ന്റെ ചെയർമാനെ തന്നെയല്ലേ നിങ്ങൾ പുറത്താക്കിയത്? അത് സംസ്ഥാന പാർട്ടി നേതൃത്വങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ? കേരള കോൺഗ്രസിന്റെയും CPM-ന്റെ CPI-യുടെയൊക്കെ നേതൃത്വങ്ങൾ അറിഞ്ഞുകൊണ്ടാണോ ഇങ്ങനെയൊരു നീക്കം നടന്നത്? കേരള കോൺഗ്രസ് പാർട്ടിയുടെ ചെയർമാൻ ശ്രീ ജോസ് കെ മാണി സാറ്, നമ്മുടെ മന്ത്രി ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ഒരു ഗുരുതുല്യനാണ് ഷാജു വി തുരുത്തൻ. അദ്ദേഹമൊക്കെ നിരന്തരമായിട്ട് രാത്രിയിലും പകർന്നില്ലാതെ ഷാജുചേട്ടനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷേ ഇവിടെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാൽ പാർട്ടിയുടെയും മുന്നണിയുടെയും ധാരണ പാലിക്കാൻ എല്ലാ നേതാക്കൾക്കും ബാധ്യസ്ഥയാണ്. ഷാജുചേട്ടൻ അത് 2-ാം തീയതി രാജിവെക്കാതെ വന്ന ഒരു സാഹചര്യം ഉണ്ടായി. അന്നേരത്തേക്കും തീർച്ചയായിട്ടും LDF തന്നെ പുള്ളിയെ പുറത്താക്കുമെന്നൊരു ധാരണ UDF സംവിധാനത്തിന് മനസ്സിലായി. അപ്പോൾ അവർ വിചാരിച്ചത് അവർ കൊണ്ടുവരുമ്പോൾ നമ്മളോട് അനുകൂലിച്ചാലല്ലേ വിശ്വാസം പാസ്സാക്കുള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു നിങ്ങളൊക്കെ പറയുന്ന പോലെ പ്രതിപക്ഷത്തിൻ്റെ അവിശ്വാസത്തെ ഭരണപക്ഷം പാസ്സാക്കി തോൽപ്പിച്ചെന്നൊരു ധാരണ വന്ന് ഞങ്ങൾ വിട്ടു നിൽക്കും. അതുവഴി 6 മാസം പുള്ളിയെ നിലനിർത്തിക്കൊണ്ട് ഞങ്ങളുടെ മുന്നണിയിലും അടുത്ത ചെയർമാൻഷിപ്പ് ആക്കുന്ന ധാരണയ്ക്ക് ഒരു മൊത്തത്തിലൊരു LDF-ന് ഒരു നാണക്കേടാവില്ല. ഇത് പാർട്ടിയുടെ ക്രെഡിബിലിറ്റി, മുന്നണിയുടെ ക്രെഡിബിലിറ്റി അവിടെ കാണിക്കുന്നത്. എത്ര വലിയവനാണെങ്കിലും പാർട്ടിക്ക് വിധേയനല്ലെങ്കിൽ കളരിക്ക് പുറത്ത്, അത്രേ ഉള്ളൂ. അല്ലാതെ ആരുടെ വിരോധമൊന്നുമല്ല. കാരണം രാഷ്ട്രീയ മുതലെടുപ്പ് പ്രതിപക്ഷം ശ്രമിച്ചു, അവർ കൊണ്ടുവന്നത് നമ്മൾ UDF-ഉമായിട്ട് വല്ല അലയൻസ് ഉണ്ടോ? ഇനി അങ്ങനെ ചിന്തിക്കുന്നത് തെറ്റൊന്നുമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം അല്ലെങ്കിൽ ഇത്രയും വലിയ സമുന്നതരായ കാരണം ഷാജാനെ സംബന്ധിച്ച് കോളേജ് രാഷ്ട്രീയം തൊട്ട് മാണിസാറിനൊപ്പം 40 വർഷം നിന്ന ആളാ. പുള്ളി ആരോ തെറ്റിദ്ധരിപ്പിച്ച് പറയേണ്ട സമയത്ത്, അല്ലെങ്കിൽ രാജിവെക്കാന്ന് പറയുന്ന സമയത്ത് ഷാജി തുരുത്തൽ രാജിവെച്ചില്ല. അതുകൊണ്ട് LDF-ന്റെ കൗൺസിലർമാർ തന്നെ അവിശ്വാസം കൊണ്ടുവന്ന് അത് പാസ്സാക്കി, അത് സ്വന്തം ചെയർമാനെ പുറത്താക്കി എന്ന അപൂർവമായ കാഴ്ച കാണുകയാണ് പാലാ നഗരസഭ.